നവ്യ സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. പാടി പ്രാർത്ഥിക്കാം. യേശുവേ ഈശോയേ ഹല്ലേലൂയ. സ്നേഹമായി ശാന്തിയായി ശിരസ് നമിച്ച് ആന്തരിക സൗഖ്യമായി ജീവനായി മോദമായി സ്നേഹജ്വാലയായി നീ വരൂ സ്നേഹമേ കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ നവ്യ സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. യേശുവേ ദിവ്യകാരുണ്യമേ നവ്യ സ്നേഹമേ എൻ്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ വരൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ദിയ 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 ദിയ. ആരാധന യേശുവേ ഹല്ലേലൂയ യേശുവേ. ആരാധന. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്. കണ്ണുകൾ തുറന്ന് ഈശോയെ നമുക്ക് നോക്കാം. ലോകത്തിൻ്റെ പ്രകാശമായ കർത്താവ് യേശു ശിഷ്യന്മാരോടൊപ്പം ശതാധിപൻ്റെ ഭവനത്തിലേക്ക് വൃദ്ധനെ സുഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവത്തിൽ ഈശോ കടന്നു പോകുമ്പോൾ എവിടെ നിന്നോ എങ്ങനെയോ ഓടിപ്പാഞ്ഞു വന്ന ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു. അപ്പോൾ അതറിഞ്ഞ ഈശോ അവിടെ നിന്നു. ഈശോ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? അവള് സത്യം പറഞ്ഞു, കർത്താവേ, ഞാനൊരു രക്തസ്രാവക്കാരിയാണ്. നിന്നെ തൊട്ടപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. കാരണം ഞാൻ വിശ്വസിച്ചു നിന്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു. കർത്താവേ,
ഞാനത് ചെയ്തു, എനിക്ക് സുഖം കിട്ടി. മറഞ്ഞിരിക്കാൻ സാധ്യമല്ലാത്തതിനാൽ അവൾ എല്ലാ കാര്യം തുറന്നു പറയുക. ഞാനൊരു രോഗിയായിരുന്നു, എന്നാൽ ഞാൻ വിശ്വസിച്ചു. ഞാൻ കരുതി നീ സർവശക്തനാണ്, നിന്നെ തൊടാൻ, നിന്നെ നേരിട്ട് വരാൻ യോഗ്യത എനിക്കില്ല. നിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ആരും അറിയില്ല, ആരും കാണില്ല. ആരും കാണാതെ ആ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊടുക. ഞാൻ വിശ്വസിച്ചു കർത്താവേ, ഞാൻ തൊട്ടു, ഞാൻ സുഖം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, വിശ്വസിക്കണം, അത് കർത്താവാണ്, അത് കർത്താവാണ്. അതിനാൽ അവിടുത്തെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ അവൻ സൗഖ്യം പ്രാപിക്കും, അവൻ സൗഖ്യം പ്രാപിക്കും. കാരണം അത് യേശുവാണ്, അത് രക്ഷകനാണ്. അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ നേരെ നീട്ടിപ്പിടിക്കാം. പറയാം, കർത്താവേ, അത് കർത്താവാണ്, അങ്ങന്റെ കർത്താവാണ്, അങ്ങനെ രക്ഷകനാണ്, അങ്ങനെ ദൈവമാണ്. ഞാൻ തൊട്ടാൽ, വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കും കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവാണെന്നും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാ. വിശ്വസിക്കുന്നു, യേശുവേ, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എല്ലാവരും ചേർന്ന് പരിശുദ്ധ കുർബാനയിലുള്ളവൻ സത്യദൈവമാണെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവാണെന്നും യേശുവേ, ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും കർത്താവേ, നീ ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. യേശുവേ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. രക്ഷകാ, ഏക രക്ഷക, കർത്താവേ, നാഥനേ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. രക്ഷകാ, യേശുവേ, കർത്താവേ, നാഥനേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പുറപ്പാടിന്റെ പുസ്തകം 23:25. നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദേശത്തേക്ക് വരും. നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ കർത്താവ് ആശീർവദിക്കും. വന്ധ്യതയോ ഗർഭചിത്രമോ രോഗമോ ഒന്നും ഉണ്ടാകില്ല. ദീർഘായുസ് നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ജീവിക്കുന്ന അപ്പനെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ശതാധിപൻ പ്രാർത്ഥിച്ചതുപോലെ, രക്തസാവക്കാരി സ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, അന്ധയാചകൻ വിളിച്ചതുപോലെ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പോവുക. ദൈവവചനമുണ്ട് ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ, ശതാധിപനായ വ്യക്തിയുടെ ഭൃത്യൻ രോഗമായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഭവനത്തിൽ അങ്ങ് പ്രവേശിക്കാൻ യോഗ്യനല്ല, എൻ്റെ പുരയ്ക്കകത്ത് അങ്ങ് പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് മാത്രം അരുളിയാൽ മതി, ഞാൻ സൗഖ്യമാകും. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ. പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേലും വിശ്വാസത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. വേദനിക്കുന്ന മക്കൾ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. തകർന്ന മക്കൾ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. രോഗികളായി കിടക്കുന്ന മക്കൾ പ്രാർത്ഥിക്കട്ടെ. ജീവിതം വഴിമുട്ടിയ മക്കൾ പ്രാർത്ഥിക്കട്ടെ. നിരാശപ്പെട്ട മക്കൾ പ്രാർത്ഥിക്കട്ടെ. യേശുവേന്നോ അപ്പച്ചാന്നോ വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നാളത്തിൽ കരങ്ങളടിച്ച് പാടാം.
ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഇരുവശത്തേക്കും കൈയടിച്ച് ഹല്ലേലൂയ 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 ശക്തിയോടെ ഭവനത്തിലായിരിക്കുന്നവരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ഓ ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാൻ പോവുക. അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. ഈ എഴുന്നള്ളിച്ചു വെച്ച പരിശുദ്ധ കുർബാന, ശാലോമിന്റെ ഈ ചാപ്പലിൽ എഴുന്നള്ളിച്ചു വെച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തി ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, തകർന്ന വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ, രോഗികളുടെ മേൽ വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം ശക്തിയോടെ. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. എല്ലാവരും പാടിക്കേ. ദിവ്യകാരുണ്യമേ ആരാധന, ജീവിക്കും ദൈവമേ ആരാധന. കരങ്ങൾ ഉയർത്തി അടിച്ച് ആരാധന 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 ആരാധന. സ്വരമുയർത്തി ആരാധന 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 ആരാധന. കരങ്ങൾ താഴ്ത്തി ഇരുവശത്തേക്കും കൈയടിച്ച് എല്ലാ മക്കളും ആരാധിക്കട്ടെ. ആരാധനയിലാണല്ലോ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്. ആരാധനയിലാണല്ലോ കൃപ ഇറങ്ങുന്നത്. ആരാധനയിലാണല്ലോ അഭിഷേക ശക്തി വെളിപ്പെടുന്നത്. യേശുവേ 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 എന്റെ കർത്താവേ. ഹല്ലേലൂയ. ജീവനേകും നാഥനെ ആരാധന, ആമേൻ. കർത്താദി കർത്തനെ ആരാധന. പാടിക്കേ. ജീവനേകും നാഥനേ ആരാധന, കർത്താവേ. കർത്താദി കർത്തനേ ആരാധന. കരങ്ങൾ ഉയർത്തി അടിച്ച് വിടുതൽ നൽകും നാഥനെ ആരാധന, അപ്പാ. രാജാധിരാജനെ ആരാധന. വിടുതൽ നൽകും നാഥനേ ആരാധന, രാജാധിരാജനേ ആരാധന. ആരാധന ആരാധന കരമുയർത്തി ആരാധന ആരാധന ആടിപ്പാടി ആരാധന ആരാധന ഈശോ. ആരാധന ആരാധന. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് കാലുകൾ മാറ്റി ചവിട്ടി കാറ്റ് വരുമ്പോൾ മരങ്ങൾ ആടി ഉലയുന്നത് പോലെ കർത്താവേ ദൈവമക്കൾ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധ കൂദാശയിൽ പരിശുദ്ധ കുർബാനയിൽ മറഞ്ഞിരിക്കുന്ന സത്യദൈവമേ അങ്ങ് വെളിപ്പെടുത്തണമേ. ശക്തിയോടെ ഭവനത്തിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തിയെ ആരാധന, ഈശോ. ദേവാദിദേവനെ ആരാധന. പാടാമോ? സൗഖ്യത്തിൻ ശക്തിയേ ആരാധന, ദേവാദിദേവനേ ആരാധന. അത്ഭുത ശക്തിയെ ആരാധന, ലോകൈകനാഥനെ ആരാധന. ഈശോ. അത്ഭുത ശക്തിയേ ആരാധന, ശക്തി. ലോകൈകനാഥനേ ആരാധന. കരം ഉയർത്തിയടിച്ച് ആരാധന ആരാധന ആവർത്തിച്ച് ആരാധന ആമേൻ. ആരാധന ഈശോ ആരാധന ആരാധിക്കുന്നു. ആരാധന
യേശുവേ, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയിൽ അഭിഷേകം ഇറങ്ങട്ടെ. യേശുവേ, യേശുവേ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയട്ടെ. ഈശോയുടെ മക്കളെ, ജീവിക്കുന്ന ഈശോ നേരിട്ടിറങ്ങി നിൽക്കുക. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഈശോ തിരുവോസ്തിയിലുണ്ട്. ഈ രാത്രി നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. തകർന്ന ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരാൻ പോകുന്ന നിമിഷമാണ്. ശതാധിപന്റെ ഭവനത്തിൽ വന്ന് സൗഖ്യം കൊടുത്ത ഈശോ 18 വർഷമായി പൂനു പിടിച്ചിരുന്ന മകളെ വിടുവിച്ച ഈശോ, രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തിയ ഈശോ, വർഷങ്ങളോളം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന പിശാച് ബാധിച്ച യുവാവിനെ വിടുവിച്ച ഈശോ ഈ രാത്രി അത്ഭുതകരമായി വിടുവിക്കാൻ പോവുക. നമുക്ക് കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കാം. കരങ്ങൾ ഈശോയുടെ നേരെ, നിങ്ങൾ ആ ഭവനത്തിലായിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക. ഈശോ നമ്മളെ തൊടാൻ പോകുന്ന നിമിഷമാണ്. ഈശോയുടെ അത്ഭുത കരം ഇപ്പോൾ വ്യാപരിക്കാൻ പോവുക. ലൂക്കാസ് സുവിശേഷം 6:19. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. 2 കരങ്ങളും കർത്താവിനെ നേരെ നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ തകർച്ചകളും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ജീവിത ദുഃഖങ്ങളെല്ലാം യേശുവിനോട് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആരും ആരെ ശ്രദ്ധിക്കുന്നില്ല, ആരും ആരെ ശ്രദ്ധിക്കുന്നില്ല. പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കാൻ തോന്നുന്നവർ ഈശോയെ എന്ന് വിളിക്കുക. യേശുവേ എന്ന് വിളിക്കാൻ തോന്നുന്നവർ യേശുവേ എന്ന് വിളിക്കുക. ഹല്ലേലൂയ എന്ന് വിളിക്കാൻ തോന്നുന്നവർ ഹല്ലേലൂയ എന്ന് വിളിക്കുക. കരയാൻ തോന്നുന്നവർ കരഞ്ഞു പ്രാർത്ഥിക്കുക. നിലവിളിക്കാൻ തോന്നുന്നവർ നിലവിളിക്കുക. ഓ രാത്രി കർത്താവിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ ഇറങ്ങി വരട്ടെ. തിരുവോസ്തിനാഥന്റെ അഭിഷേകം ഇറങ്ങട്ടെ. ഹല 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 ഹല. കർത്താവേ, രോഗികളുടെ മേൽ നിന്റെ കരം വെക്കണമേ. തകർന്ന കുടുംബത്തിന് മേൽ നിന്റെ കരം വെക്കണമേ. വേദനിക്കുന്ന മക്കളെ തൊടണമേ. ആത്മഹത്യ ചെയ്തിരിക്കുന്ന മക്കളെ, തീരുമാനമെടുത്ത മക്കളെ വിടുവിക്കണമേ. പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണമേ. ഹല 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 ഹല. ഓ യേശുവിന്റെ നാമശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സക്ര ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ ഇറങ്ങി അനേകായിരം കുടുംബങ്ങളെ ഈ രാത്രി വിടുവിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ആരാധനയിൽ എഴുന്നള്ളിച്ചു വച്ച പരിശുദ്ധ കുർബാനയുടെ കൃപ സകല കുടുംബങ്ങളിൽ ഈ രാത്രി ലോകത്തിന്റെ 5 ഭൂഖണ്ഡങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. ഹല 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 ഹല. യേശുവേ, പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളെ വിടുവിക്കണമേ. പൈശാചിക കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ. പൈശാചിക നുഖങ്ങൾ പൊട്ടട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. അടിമത്ത ചങ്ങലകൾ പൊട്ടട്ടെ. ആധിപത്യ ശക്തികൾ അഴിയട്ടെ. പൈശാചിക പീഡകൾ അഴിഞ്ഞു മാറട്ടെ. വിട്ടുമാറാത്ത പാപബന്ധനങ്ങൾ അഴിയട്ടെ. അടിമത്ത ചങ്ങലകൾ പൊട്ടട്ടെ. ദേശത്തിന്റെ ആധിപത്യം അഴിയട്ടെ. കുടുംബ കലഹത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഭിന്നതയുടെ കെട്ടുകൾ അഴിയട്ടെ. മാത്സര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അവിശ്വാസത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. കൊറോണയുടെ ഭയം അഴിയട്ടെ. രോഗക്കെട്ടുകൾ അഴിയട്ടെ. ഇവിടെ കുർബാനയുടെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആഴത്തിലെന്നോടും ഇടപെടണേ.
കരങ്ങൾ മാറോട് ചേർത്ത് ആത്മാവിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആഴത്തിലെന്നോടും ഇടപെടണേ. യേശുവേ. ആത്മാവിൽ ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമായി, ശോ. ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ഈശോട് പ്രാർത്ഥിക്കട്ടെ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. യേശുവേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ഹല്ലേലൂയ. ആത്മാവിലെന്നോടും ഇടപെടണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഭവനത്തിലായിരിക്കുന്നവരും ഏത് സാഹചര്യത്തിലുള്ളവരും രോഗികളായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരെല്ലാം പ്രാർത്ഥിക്കട്ടെ. ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് കേട്ടോ. ഇന്ന് ഈ രാത്രിയിൽ ശാലോമിൽ ലക്ഷക്കണക്കിന് മക്കളുടെ പ്രാർത്ഥനകളോട് ചേർത്ത്, ശലോം കൂട്ടായ്മയോട് ചേർന്ന്, തിരുസഭ മാതാവിനോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയിൽ കർത്താവെ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, വേദനിക്കുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മക്കളെ, നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിന് സമർപ്പിക്കണം. നിങ്ങൾക്ക് പറയാനുള്ള വേദനകളെല്ലാം ഈശോട് പറയേ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. രോഗക്കിടക്കയിൽ കിടക്കുന്നവര് കരങ്ങൾ, ടിവിയിലൂടെ കാണുന്ന മക്കൾ കരങ്ങൾ അങ്ങോട്ട് നീക്കിട്ട് പിടിക്കട്ടെ. യേശുവേ. കുടുംബത്തിൽ വേദനിക്കുന്ന മക്കൾ കരയട്ടെ അവിടെ ഇരുന്ന്. ഹല്ലേലൂയ. ഒരുപക്ഷെ അമ്മ ഒറ്റയ്ക്കായിരിക്കാം. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന മക്കളൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ അമ്മ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കട്ടെ. അപ്പം പ്രാർത്ഥിക്കട്ടെ. മോളെ നീ പ്രാർത്ഥിച്ചേ. നിന്റെ സങ്കടങ്ങൾ ഇന്ന് രാത്രി കർത്താവ് ഏറ്റെടുക്കാൻ പോവുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവിന്റെ മുമ്പിലാ, ഈ കുർബാനയുടെ മുമ്പിലാ പ്രാർത്ഥിക്കുന്നത്. മോളെ നീ ഒറ്റയ്ക്കല്ല, ലക്ഷക്കണക്കിന് മക്കൾ നിന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, നിന്റെ ശക്തമായ കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ മേൽ നമുക്ക് കരങ്ങൾ ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിന്റെ ശക്തി കടന്നു വരട്ടെ. കർത്താവ് ഈ രാത്രിയിൽ കടഭാരത്തിന്റെ കെട്ടുകൾ അത്ഭുതകരമായി അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ കടഭാരം കൂടെ നശിച്ചുപോയ കുടുംബങ്ങൾ, വസ്തുവിൽപ്പന സാധിക്കാത്ത മക്കളുടെ വിവാഹത്തിന് പോലും സമ്പത്ത് ഇല്ലാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന അമ്മമാര് കരയുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. അപ്പാ, ഈ രാത്രിയില് ഇവരെ കണ്ണുനീര് നീ കാണണമേ. ചങ്കുപൊട്ടി കരയുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കാണണമേ. ലാസറിന്റെ കബറിടത്തിൽ വന്ന് കരഞ്ഞപ്പോ ഓ ഈശോ ചങ്കു ചൊട്ടി പ്രാർത്ഥിക്കട്ടെ. വേദനിക്കുന്ന മക്കളുണ്ടപ്പോ, തളർന്ന മക്കളുണ്ടപ്പോ, രോഗികളായ മക്കളുണ്ടപ്പോ, ക്യാൻസർ രോഗികളുണ്ടപ്പോ, വീടില്ലാത്ത മക്കളുണ്ടപ്പോ, പട്ടിണി കിടക്കുന്ന മക്കളുണ്ടപ്പോ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മക്കളുണ്ടപ്പോ, മദ്യപാനം, ഭർത്താവിന്റെ മദ്യപാനം ഓർത്ത് വേദനിക്കുന്നവര്, നിരാശപ്പെട്ടിരിക്കുന്നവര്, ഈ രാത്രി ജീവിതം അവസാനിപ്പിക്കാമെന്ന് തീരുമാനമെടുത്തവരെ അപ്പച്ചാ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ. ജീവനീരനിക്കേകി
യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. 18 വർഷമായി സ്ഥലവിൽപ്പനയ്ക്ക് തടസ്സം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ഈ രാത്രി അത്ഭുതകരമായി വിടുവിക്കുന്നു. മക്കളില്ലാത്ത 3 ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. കർത്താവ് 17 മക്കളുടെ ആസ്മ അലർജി രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കുന്നതായി സന്ദേശം നൽകുന്നു. ഈ രാത്രിയിൽ കർത്താവ് ഒരു അക്രൈസ്തവ കുടുംബത്തിൽ കടന്നു ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതായിട്ട് കാണിച്ചിരുന്നു. ക്യാൻസർ രോഗിയായി കിടക്കുന്ന ഒരു മകൾക്ക് പരിശുദ്ധാത്മാവ് കർത്താവ് സൗഖ്യം നൽകുന്നതായി വെളിപ്പെടുത്തുന്നു. ലങ്സ് ക്യാൻസർ എന്ന് കർത്താവ് വെളിപ്പെടുത്തി നൽകുന്നു. ഉദര സംബന്ധമായ അസുഖമുള്ള അനേകരെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നു. ഈ രാത്രിയിൽ ആരാധനയിൽ പങ്കെടുക്കുന്ന 200-ലധികം മക്കളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റുന്നതായി വെളിപ്പെടുത്തുന്നു. ബ്രെയിൻ ട്യൂമർ ഉള്ള ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് സന്ദേശം നൽകുന്നു. ലിസി എന്ന ഒരു മകളുടെ പേര് കർത്താവ് എഴുതി ചേർക്കുന്നു. വലത് കാലിന് വർഷങ്ങളായി നീരും വേദന അനുഭവിക്കുന്ന മകളെ ഇപ്പോൾ ആരാധനയുടെ സമയത്ത് പൂർണ്ണ സൗഖ്യം നൽകി വിടുവിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. വിദേശ ജോലി തടസ്സത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങളെ കർത്താവ് ഈ രാത്രി വിടുവിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ കുർബാനയോട് ആഴമായ സ്നേഹം വെളിപ്പെടുത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അനേകം കുടുംബങ്ങളെ കർത്താവ് സഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. കടഭാരത്താൽ വേദനിക്കുന്ന 7 കുടുംബങ്ങളെ കർത്താവ് കൈപിടിച്ചുയർത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. ആരാധന 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 കർത്താവിത വെളിപ്പെടുത്തി നൽകുന്നു. പ്രത്യേകിച്ച് ഭവനം പണി തടസ്സപ്പെട്ട് നിൽക്കുന്ന മക്കളെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവ് ആ ഭവനം പണി പൂർത്തീകരിക്കുന്ന വെളിപ്പെടുത്തുന്നു. ജോലി നഷ്ടപ്പെട്ട് വിദേശങ്ങളിൽ കഴിയുന്ന അനേകരെ കർത്താവ് ഈ രാത്രിയിൽ പുതിയ ജോലി നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ അനേകം കുടുംബങ്ങളെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടിരുന്നതും അതോടൊപ്പം തന്നെ ആ പ്രത്യേകിച്ച് തെറ്റായ പ്രേമബന്ധത്തിൽപ്പെട്ട അനേകം മക്കളെ വിടുവിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കർത്താവ് വേറൊരു സന്ദേശം നൽകുന്നു. ഈ സമയത്ത് ആരാധനയുടെ മണിക്കൂറുകളിൽ ആശീർവാദ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അനേകം കുടുംബങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് 1800ഓളം കുടുംബങ്ങളിൽ കാലാകാലങ്ങളെ കിട്ടിയിരിക്കുന്ന മന്ത്രവാദ കൂടോത്ര ശക്തികൾ ഇവിടെ നിന്ന് എഴുന്നള്ളിച്ചു വെച്ച ആരാധന ആശീർവാദ സമയത്ത് പൊട്ടി തകരുന്നതായി വെളിപ്പെടുത്തുന്നു. ഹൃദയത്തെ ശാന്തമാക്കി നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ ഭൗതിക ശരീരമായ ആഗോള തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസ സമൂഹത്തെ സമർപ്പിക്കാം. എല്ലാ ദേവാലയങ്ങളെയും എല്ലാ രൂപതകളെയും സമർപ്പിക്കാം. വീണ്ടും തിരുസഭയുടെ മഹത്വം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരുസഭയുടെ മഹത്വം ഉയരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് മുമ്പിൽ ലോകം കാതോർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി കൊണ്ടും കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ടും വീണ്ടും തിരുസഭ നിറയാൻ പ്രാർത്ഥിക്കാം. തിരുസഭയെ ലോകം മുഴുവൻ ആദരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമാണ് തിരുസഭ. വലതുകരം നമുക്ക് ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് കർത്താവെ അങ്ങയുടെ ഭൗതിക ശരീരമായ തിരുസഭയെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കർദിനാൾമാരെയും
എല്ലാ ബിഷപ്പ്മാരെയും, എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും, എല്ലാ സുവിശേഷ പ്രഘോഷകരെയും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും കർത്താവേ ഈ രാത്രിയിൽ ആശ്രവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പടരണമേ, കൊടും കാറ്റായി വീശേണമേ, അഗ്നിനാവായി എഴുന്നള്ളണമേ, യേശുവേ തീ പോലെ ഇറങ്ങണമേ, കർത്താവേ അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, അഗ്നിനാവായി എഴുന്നള്ളണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരു നിമിഷം സ്വർഗം തെരഞ്ഞെടുത്ത ശാലോം മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയാണല്ലോ ഈ കാലയളവിൽ ശാലോം മിനിസ്ട്രി. അതിനുവേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത സ്നേഹബഹുമാനപ്പെട്ട ബെന്നി സാറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബെന്നി സാറിനോട് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും സമർപ്പിക്കാം. ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെ, പ്രത്യേകിച്ച് മീഡിയ മിനിസ്ട്രിയെ സമർപ്പിക്കാം, വെബ് മിനിസ്ട്രിയെ സമർപ്പിക്കാം, യൂട്യൂബ് മിനിസ്ട്രിയെ സമർപ്പിക്കാം, ശാലോം ഇംഗ്ലീഷ് ചാനലിനെ സമർപ്പിക്കാം, സോഫിയ മിനിസ്ട്രിയെ ബുക്സിനെ സമർപ്പിക്കാം, ശാലോം എല്ലാ മാഗസിനുകളെ സമർപ്പിക്കാം, തമിഴ് ജർമ്മൻ ഭാഷകളിൽ കർത്താവേ ഇംഗ്ലീഷ് മാഗസിൻ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശാലോം ടൈംസിനെ സമർപ്പിക്കാം, ശാലോം പത്രത്തെ സമർപ്പിക്കാം, ശാലോമിന് എല്ലാ മീഡിയ മിനിസ്ട്രിയെ സമർപ്പിക്കാം, ശാലോം മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളെ സമർപ്പിക്കാം, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ശാലോമിന്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കാം. ഈ 5 ഭൂഖണ്ഡങ്ങളിൽ ശാലോമിനെ സഹായിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ശാലോമിനോട് സഹായിക്കുന്ന അഭിബന്ധ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായരെയും കുടുംബങ്ങളെയും ജോലിക്കാരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ശാലോമിനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി കർത്താവേ ശാലോമിനെ കൂടുതൽ അനുഗ്രഹിക്കണമേ, ശാലോം ശുശ്രൂഷകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ശാലോമിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഭവനത്തെയും നമ്മുടെ ആദായ വരുമാന മാർഗങ്ങളെയും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോകുന്നു. ആദരവോടെ പാടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ശിരസ്സ് നമിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു. കർത്താവേ ദേശത്തെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വേദനിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, തകർന്ന കുടുംബങ്ങളെ രക്ഷിക്കണമേ, യേശുവേ സൗഖ്യപ്പെടുത്തണമേ. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.